ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്ന് വലിയ ലഹളയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ലഹള അതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആക്ച്വലി ചില ആൾക്കാരുടെയൊക്കെ ഫേസ് ഉണ്ടെന്ന് റിവീലായിട്ട് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ആദിലയുടെ ഫേസ് കംപ്ലീറ്റ്ലി റിവീലാകുന്ന ഒരു സീസൺ അല്ലെങ്കിൽ ഒരു എപ്പിസോഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആദിലയുടെ ഉള്ളിലുള്ളൊരു സൈക്കോ ഉണ്ട്. ആ സൈക്കോ ആണ് ഇന്ന് അവിടെ വ്യക്തമായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അനീഷ് എന്ന വ്യക്തിയെ ഏറ്റവും അവഹേളിക്കുന്നതും ആദിലയാണ്. അതിൻ്റെ റീസൺ മറ്റൊന്നുമില്ല, ചെറിയ കാര്യം പോലും ആദിലയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിൽ ആദില അത് മനസ്സിൽ വെച്ച് പുഴുക്കി ഈ അനീഷിനെതിരെ അത് പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ അഭിലാഷും നിവീനും തമ്മിൽ ചെറിയൊരു ക്ലാഷ്, ലക്ഷ്മിയും ഷാനവാസും തമ്മിൽ ചെറിയൊരു ക്ലാഷ്, ആകെ മൊത്തം ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പടലപ്പിണക്കങ്ങൾ. ഇന്നത്തെ ടാസ്ക് ഒക്കെ സൂപ്പറായിരുന്നു, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ബോട്ടിൽ പ്ലേ ഉണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അത് അവരെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ബിഗ് ബോസിന് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ടാസ്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് റിവേഴ്സിൽ ചെയർ ഇടാൻ പറയുന്നുണ്ട്. അതായത് ഒരേ ഫേസിൽ ചെയർ വെച്ചിട്ട് സെൻട്രലിൽ ഒരാളെ കൊണ്ട് ആ ബോട്ടിൽ കൊണ്ടുവയ്ക്കും. ആ ബോട്ടിൽ ആര് കൊണ്ടുവച്ചതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. കണ്ണ് കെട്ടിയിരിക്കുകയാണ്, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമോ എന്നുള്ളത് കഷ്ടമാണ്. മാത്രവുമല്ല ബിഗ് ബോസിന് തന്നെ സപ്പോർട്ടേഴ്സായിട്ട് കുറച്ച് പേര് അവിടെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്, 3 പേരോളം. അവരിങ്ങനെ റൗണ്ട് ചെയ്യും. അപ്പം മെതിയടി, അതായത് കാലടികൾ വെച്ച് അവർക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അപ്പം കാലച്ചയില്ലാതെ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര നോൺസെൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ആര്യനായിരുന്നു. ആര്യൻ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പക്ഷെ ആര്യൻ ജയിക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കൂടെ ഇതിനകത്ത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ്ലി പേരെടുത്തത് ഷാനവാസിൻ്റെ പേരെടുക്കാതെ, അക്ബറിൻ്റെ പേരെടുക്കാതെ ഈ ഒരു കളി കളിച്ച് എൻഡാക്കിയതുപോലെ എനിക്ക് തോന്നി. അതിനകത്ത് ബിഗ് ബോസിന് ചെറിയ കൈയില്ലേ എന്നൊരു സംശയം. കാരണം കൂടുതലൊക്കെ വന്നിട്ടുള്ള മറ്റുള്ള സാബു മോനെയാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. പക്ഷേ സാബു മോൻ നല്ല രീതിയിൽ അത് ഫൈനൽ സ്റ്റേജ് വരെ കൊണ്ടുപോയിരുന്നു. പിന്നെ എവിടെയോ പാളി എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ അത് അക്ബറിനെ അത്രയ്ക്കൊന്നും, അക്ബറിനെ ഒരു പ്രാവശ്യം എന്തോ എടുത്തു, അത് അക്ബറിന് സപ്പോർട്ടീവായിട്ട് തരുന്നു. അവസാനം അക്ബറിനെ ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ബിഗ് ബോസ് നടത്തുന്നത്. അക്ബർ ഞാൻ പറഞ്ഞല്ലോ നോമിനേഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അക്ബറിനെതിരെ വോട്ടിടും. മാത്രമല്ല ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല, അക്ബർ ഈ ആഴ്ച മുഴുക്ക കാമായിരുന്നു. കാരണം പ്രശ്നത്തിലൊന്നും പോയി ചാടി ഒരു വലിയ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. കാരണം വോട്ട് പ്രശ്നമാണ്, അത് ബിഗ് ബോസിൻ്റെ കയ്യിലല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ കയ്യിൽ ഒരു സൂപ്പർ പവർ ഉണ്ട്, അത് വോട്ടാണ്. ആ വോട്ടിങ്ങിൽ നമുക്ക് ശരിക്കും തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അക്ബറിനെ ഒരു കാരണവശാലും അവിടെ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ 2 ആഴ്ച കൊണ്ടുള്ള അവൻ്റെ ആ മൗനം കണക്കിലെടുക്കേണ്ട. അല്ലാതെ അവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തതും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതും അവനാണ്. അത് മാത്രവുമല്ല, ഇല്ലാത്ത ഒരു കാര്യം, അതായത് ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായ തന്നെയാണ് അക്ബർ. ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പം അവ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ വെറുതെ വിടേണ്ട ആവശ്യമൊന്നുമില്ല. സാബു മോൻ അവിടെ വിന്നർ ആയാൽ പോലും സഹിക്കാം, അക്ബർ ആയാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഈ ബിഗ് ബോസിന് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സെബിൻ്റെ വിഷയത്തിൽ ബിഗ് ബോസിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സെബിൻ നന്നായിട്ട് പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് സെബിന് മെൻ്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് പുറത്താക്കിയത്. ആ കളി ഇതിനകത്ത് അവർക്ക് കളിക്കാൻ ഇട്ട് കൊടുക്കരുത്, അവരെ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് പറയുന്നത്. ആ ഒരു ഗെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ സേവാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് കണ്ണിൻ്റെ ഗെയിം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു ടാസ്ക്, അതിൽ ബിന്നി ജയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആകെ മൊത്തം ടാസ്കുകളൊക്കെ സൂപ്പർ കിടുക്കാച്ചി. മറ്റേ ടാസ്ക് അവർ സ്റ്റോപ്പ് ചെയ്തു, അത് നല്ലൊരു കാര്യമാണ്. കാരണം ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. അതിപ്പോൾ വാട്ടർ ആണെങ്കിലും അത്യാവശ്യം ജ്യൂസ് ആണെങ്കിലും ഫുഡ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് കാണുമ്പോൾ അത്ര അഹങ്കാരങ്ങൾ വേണ്ട എന്നുള്ളതിന് എൻ്റെ ഒരു ഭാഗം. മാത്രമല്ല ബിഗ് ബോസ് തന്നെ ഒരു എക്സ്പ്ലനേഷൻ തന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയാണ് നിങ്ങൾ, ആർക്കും കിട്ടാതെ പോട്ടെ എന്നുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിഗ് ബോസിന് തന്നെ അറിയാം ആ ടാസ്കുകൾ അത്തരത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇത് അതുകൊണ്ടൊന്നുമല്ല, നമ്മളൊക്കെ എതിർക്കുന്നത് കൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. ബിഗ് ബോസ് ക്രൂ അങ്ങനെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ ഈ പാത്രം കഴുകുന്നതിനെ ബേസ് ചെയ്തിട്ട് കുറേ തകരാറുണ്ട്. ഇന്നലെ ആദില പിന്നെ അനീഷിൻ്റെ കോയിൻസ് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ച് സെൻറ്റിമെൻ്റലാണ് കേട്ടോ, കുറച്ച് ഓവറായിട്ട് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണെന്ന് തോന്നുന്നു. അത് പ്രശ്നമാകും. അനീഷ് നീഡ് സ്പെഷ്യൽ കെയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനീഷിൻ്റെ ആ ഒരു അറ്റംപ്റ്റിനോടും എനിക്ക് തീരെ താല്പര്യം, ഒരു സങ്കടം തോന്നുന്നു, ഇയാളിത് എങ്ങോട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന്. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഈ നെവീൻ ജയിലിൽ പോകുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. നെവീനെ ജയിലിൽ വിട്ട് നമ്മൾ ആരുമല്ല, ബിഗ് ബോസ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തോ പറയുന്നതിന് അഭിലാഷിൻ്റെ അടുത്തേക്ക് വന്ന് നെവീൻ ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡിൽ അവൻ ചെരുപ്പൊക്കെ ഇട്ടൊന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ഇടത്ത് തന്നെ നെവീൻ കംഫർട്ട് ആകുന്നു. സോൾവ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ അർത്ഥം
ആളുടെ വലിപ്പത്തിലോ ഇതിലോ ഒന്നുമല്ല കാര്യം, ആറ്റിറ്റ്യൂഡിലാണ് എന്ന് അഭിലാഷ് പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലായത്, ബാക്കി അറിയില്ല. അപ്പം ഈ അഭിലാഷിൻ്റെ നെവിൻ്റെ ആ ഒരു എന്താ പറയുക, ഇപ്പം തീർത്ത് കളയും എന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, അതിന് ശരിക്കും നെറ്റി ഒരടിയാണ് അഭിലാഷ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. അക്ബറിനെ സേവ് ചെയ്യാൻ ശ്രമിച്ചതിലൂടെ ബാക്കിയുള്ളവർക്ക് അത് പിടികിട്ടിയോ ഇല്ലെന്ന് അറിയത്തില്ല. അനീഷിന് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയ അനീഷ് അത് വിളിച്ചു പറയും, ബാക്കിയുള്ളവരൊന്നും അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അത് പറയത്തില്ല. ഏതായാലും ഒരു മാങ്ങാണ്ടി ചർച്ചയിലാണ് ആദ്യം എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പം മാങ്ങാണ്ടി ചർച്ച എന്ന് പറയുമ്പം എല്ലാവരും ആര്യനെ നോക്കി മാങ്ങാണ്ടി തലയാന്നോ അങ്ങനെ എന്തോ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ. മാങ്ങാണ്ടി തലയെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് നല്ല യോജിപ്പാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുഖം കണ്ടാലൊരു മാങ്ങാണ്ടിയാണ്. ആരാണ് അവനെ വലിയ കബൂറെന്നും കുബൂറെന്നും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഒരു വൃത്തികെട്ട മോന്തായമാണ് അവനിക്കുള്ളത്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അവനെ മാങ്ങാണ്ടി എന്നല്ല, അതിനേക്കാളും മേളിൽ എന്തെങ്കിലും വിളിക്കുകയാണ്. പിന്നെ രണ്ടുപേരും കൂടി ഒരു അഭിനയമുണ്ട്. ജിസേലിന് മാങ്ങാണ്ടി എന്താണെന്നറിയാം, ആര്യനിക്ക് ആ മാങ്ങാണ്ടി എന്താണെന്ന് അറിയത്തില്ല. അയ്യോ, പുതിയതായിട്ടാണ് ജനിച്ചു വന്ന മോനാകട്ടോ, അറിയത്തില്ല കേട്ടോ. ഇവർ രണ്ടുപേരുടെ ഒരു ആക്ടിങ് കാണുമ്പോൾ എടുത്ത് കുളത്തിലിടാൻ തോന്നും എന്നുള്ളതാണ്. പിന്നെ ആദിലയുടെ ആ അരഗൻസ് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് വൃത്തികെട്ട രീതിയിലാണ് ആദില അനീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ആദില ഇൻസൾട്ട് ചെയ്യുന്നത് അനീഷിനെ. അത് ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇതിനകത്ത് ഇടപെടാതെന്ന്. വാസ്തവത്തിൽ ബിഗ് ബോസ് അതിനകത്ത് ഇടപെടാതിരിക്കുന്നതിന് നല്ല അല്ലേ. അനീഷ് മാധുരിയുമായിട്ട് നന്നായിട്ട് ഫൈറ്റ് വന്നാലും ഈ രണ്ടുപേരിലുള്ള റിയാലിറ്റി പുറത്തേക്ക് വരുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അനീഷിൻ്റെ അടുത്ത്. കാരണം അത്രയ്ക്ക് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ആദില. ഇറ്റ് ഈസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഷാനവാസ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഷാനവാസ് ഒരു ത്രിശങ്കു സ്വർഗത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആദില നൂറയെ വിട്ടുകൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അനിയത്തി കുട്ടികളോടുള്ളൊരു സ്നേഹവാത്സല്യം പുള്ളിക്കാരനിക്കുണ്ട്. അത് നൂറ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആദിലേക്ക് അത് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അനീഷിനെ നല്ലൊരു സുഹൃത്തായിട്ട് പുള്ളി ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അവിടെയും വിട്ടുകൊടുക്കാൻ വയ്യ. അനീഷ് ആണെങ്കിൽ ഷാനവാസിനോട് നല്ലൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ റീസൺ ആദില തന്നെയാണ്. ആദില കാരണം ഈ നല്ല സൗഹൃദം പൊളിഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എപ്പിസോഡിൽ ഇതാണ് നടന്നത്. അതിനകത്ത് സത്യം പറഞ്ഞാൽ ടാസ്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ടാസ്ക് കാണാനായിട്ട്. അപ്പം ഇന്ന് ഡേ ടൈമിൽ ഫുള്ള് ലൈവിൽ അതായിരുന്നിരിക്കാം. അപ്പോൾ ഏകദേശം അവിടെയുള്ള ഒരു ഇതൊന്നും മാഞ്ഞു തേഞ്ഞ് വരുന്നുണ്ട്. ബിന്നിയും ഷാനവാസും തമ്മിലൊരു ഫുഡിനുള്ളൊരു ഫൈറ്റ് നടന്നിരുന്നു. അപ്പോൾ ഒന്നും പറയാനില്ല. വീട്ടുകാരെ പറഞ്ഞ ടൈം, പക്ഷെ അത് ബിന്നിയാണ് തുടങ്ങിയത്. എരന്ന് വാങ്ങിച്ചു എന്നാണ്, ടാക്കിട്ടർ പോയി ആവശ്യമുള്ളത് എരന്ന് വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അത് സർവാധികാരം വന്നു എല്ലാവരുടെയും തലയിൽ മെക്കിട്ട് കയറാമെന്നുള്ളൊരു തോന്നലുണ്ട്. വാസ്തവത്തിൽ ഇത്തവണത്തെ ആൾക്കാർക്കൊക്കെ തന്നെ ക്യാപ്റ്റനോടെന്നല്ല ബിഗ് ബോസിനോട് പോലും ഒരു മര്യാദയോ സ്നേഹമോ ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റിൽ വരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒന്ന് ഒബേ ചെയ്യാൻ, അതൊന്നുമില്ല. അപ്പോൾ ബിന്നിക്ക് അത് കിട്ടുമെന്ന് ബിന്നി വിചാരിക്കുന്നത് തെറ്റാണ്. പിന്നെ ബിന്നിയുടെ കുറേ എക്സ്പ്ലനേഷൻസ് ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചപ്പാത്തി പരത്തുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക്കാണ്. വേറെ എന്ത് ജോലിയെക്കാട്ടിയും ടഫായിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ ചപ്പാത്തി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് മിണ്ടാറ് പോലും ഇല്ല. എന്നെ കൊണ്ടൊക്കില്ല ചപ്പാത്തി പരത്താൻ. പുള്ളി അത് അത്രയും എഫേർട്ട് എടുത്ത് അത്രയും മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തെങ്കിൽ അത് നിസ്സാര കഥയൊന്നുമല്ല, മീൻസ് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെ വളരെ ലഘൂകരിച്ചു കൊണ്ടുള്ള ഒരു ഇൻസൾട്ട് പോലെ സംസാരിച്ച ബിന്നിക്ക് അണ്ണാക്കി കൊടുക്കുന്നുണ്ട് ഷാനവാസ് എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും ഏകദേശം അത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വഴക്കിലേക്ക് മറ്റുള്ളവരൊന്നും അധികം ഇടപഴകുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ നെവീൻ്റെ ഒരു പഞ്ചാര കളിയുണ്ട്. വാസ്തവത്തിൽ അത് നമ്മളല്ല, യഥാർത്ഥത്തിൽ അവിടെ ഉള്ളവരൊക്കെ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. ലക്ഷ്മി മാത്രമാണ് അതിനെ എതിന് പറയുന്നത്. പഞ്ചാര വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്ന് തുള്ളുന്നുണ്ട്. ആദ്യം കൊടുത്തു, പിന്നെ കൊടുത്തു. കുഞ്ഞാവ കളിക്കുകയാണോ? ഇയാൾ ചില നേരം തമാശയായിട്ട് പറയുന്നതൊക്കെ സത്യമായിട്ടും ജോക്കായി പോകാറുണ്ട്. അത് തമാശയെന്നല്ല പറയുന്നത്, ജോക്കറുടെ ഇത് കോമാളിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ആയി പോകുന്നുണ്ട്. നെവീൻ ഇറിറ്റേറ്റിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു ടാസ്ക് ഉണ്ടായിരുന്നത് മൈജിയുടെ ഒരു പരസ്യത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തല്ലും പിടിയും ജിഷീനും അനീഷും തമ്മിലുണ്ടാകുന്നുണ്ട്. അതും സത്യത്തിൽ എനിക്ക് അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നിയിട്ടുണ്ട്. ഷാനവാസ് അനീഷിന് ഫേവർ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. ജിഷിൻ വന്ന് നിന്നിടത്തേക്ക് അനീഷ് ആദ്യമേ വന്ന് നിൽക്കുന്നു. അനീഷ് വീഴുന്നു, അനീഷിന് അങ്ങോട്ട് തള്ളുന്നു, ഇങ്ങോട്ട് തള്ളുന്നു. ഫിസിക്കൽ അസോൾട്ടാണ്. പക്ഷേ അത്ര വലിയ സിവിയർ ആയിട്ടില്ലെങ്കിൽ പോലും അനീഷ് അടവണ്ടായിട്ട് ഞാനാണ് ഇവിടെ നിന്നതെന്ന് പറയും. നെക്സ്റ്റ് അടുത്ത ഇതിനകത്തേക്ക് വരുമ്പോൾ അനീഷ് പുറത്താവുകയും ചെയ്യുന്നു. അതിനെയൊക്കെ ജിഷിൻ കളിയാക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ്റെ ഭാഗത്താണ് ന്യായം എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് അഭിപ്രായം പറഞ്ഞാൽ മതിയാകും കമൻറ്റിൽ.
പക്ഷേ ഷാനവാസ് അനീഷിന് വേണ്ടിയിട്ട് ഫേവർ ചെയ്തു. ഈ ഷാനവാസ് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഫേവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക, പിന്നീട് അവരുമായിട്ട് ലഹള വരും. കാരണം എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ്. നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ. എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ, സൗഹൃദമോ പ്രണയമോ ഭാര്യാഭർത്തരോ അമ്മയോ അച്ഛനോ ഒക്കെ എല്ലാത്തിലും നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പോൾ ഷാനവാസിന് അത് ഭയങ്കരമായിട്ടുണ്ട്. ഇനിയിപ്പം അനീഷിനെ സേവ് ചെയ്തത് കൊണ്ട് നാളെ അനീഷ് തിരിച്ച് സേവ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഉള്ളത്. പക്ഷേ ഗെയിം മുറുകെ ഡേറ്റ് കുറേ ആക്ച്വലി എല്ലാവരും കുറച്ച് സീരിയസ് ആകും, സെൽഫിഷും ആകും. അപ്പോൾ ഷാനവാസിന് അത് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകട്ടെ. സീസൺ 6-7 ഫൈനൽ 5 വരാൻ ചാൻസ് ഉള്ളത് അനീഷ്, ഷാനവാസ്, നൂറ വരാം, ലക്ഷ്മിക്കും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ പോകാനാണ് ചാൻസ്. അക്ബറിനെ എന്തായാലും ബിഗ് ബോസ് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ ആ 5 ഇങ്ങനെയാണ് അത് ഫില്ലാകാൻ ചാൻസ്. അനു വരുമോ എന്ന് എനിക്കറിയത്തില്ല. അനു ഇപ്പോൾ കുറച്ച് ഉഴപ്പാണ്. മുൻപൊക്കെ നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ ഇവരൊക്കെ കുറച്ച് വിജിലൻ്റ് ആയപ്പോൾ അനുമോള് കുറച്ച് ആദിലയുടെ മൂലയിൽ ഒരുങ്ങിയെന്ന് തോന്നുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അനുമോള് തെറ്റിദ്ധരിച്ചിട്ടാണ്. ആദില നൂറയ്ക്ക് പുറത്ത് നല്ല അക്സെപ്റ്റൻസ് ഉണ്ടെന്നും അവരെയാണ് കൂടുതൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നതും തെറ്റിദ്ധരിച്ചാണ് അവർ പിറകെ നടക്കുന്നത്. അത് അനുവിന് പണി കിട്ടും. ബിക്കോസ് അനു നല്ലപോലെ കളിച്ചില്ലെങ്കിൽ അനു പുറത്താകുന്ന എല്ലാ ചാൻസും ഉണ്ട്. അനു 5 പോലും എത്താൻ ചാൻസ് വളരെ കുറവാണ്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ കയ്യിരിപ്പ് കൊണ്ട് മിക്കവാറും പുറത്തേക്ക് വരത്തില്ലായിരിക്കാം. പക്ഷേ 5 എത്താൻ വളരെ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആ ചൈൽഡിഷ് ആക്ട് ഉണ്ടല്ലോ, ആ പോയ ആ പാവ, അത് തിരിച്ച് ബിഗ് ബോസ് ഇട്ട് കൊടുത്തത് തന്നെ അവൾക്കുള്ള പാരയാണ്. അത് തിരിച്ചറിയാതെ അതിനെ എടുത്ത് വെച്ചിട്ടുള്ളൊരു കൊഞ്ചൽ, അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. ബിക്കോസ് മെച്യൂർഡ് പേഴ്സൺസ് ഇത്തരം ചൈൽഡിഷ് ആക്ട് നടത്തുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരുമാതിരി ഇറിറ്റേഷൻ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നാളെ കൂടുതൽ വിശദമായിട്ട് ലൈവ് കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, വഴക്കാണെങ്കിൽ സോറി, ഞാൻ മാറിയിരിക്കുകയുള്ളൂ, എനിക്ക് വയ്യ. അലച്ചണ്ടേന്ന് പറഞ്ഞാൽ ചെവി പുളക്കുന്ന ബഹളമാണ് അവർ തമ്മിൽ. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.